ഹലോ ഹലോ ഹലോ. ഓണമൊക്കെ അല്ലേ വരണേ, നമുക്കൊരു പായസം ആയാലോ? ചെറുപയർ പായസമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു 1/4 കിലോ ചെറുപയർ എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു ബൗളിൽ ഒരു 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്: പരിപ്പ്, ഏലക്ക, ശർക്കര, ഒരു ബോൾ ശർക്കര എടുക്കുന്നുണ്ട്, പിന്നെ ഒരു അരമുറി തേങ്ങ. ഒരു ഫുൾ തേങ്ങ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ തേങ്ങയ്ക്ക് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ഹാഫ് മുറിയേ എടുക്കുള്ളൂ. മമ്മിയുടെ കുറച്ച് ആൻറ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇനിയുണ്ട്, ഇതിനും വലിയൊരു ഉരുളിയുണ്ട്, അത് പൊക്കാനുള്ള ഒരു ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് ഇതെടുത്തു. ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്നായിട്ടുണ്ട്. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വാഷ് ചെയ്യാം. കാരണം പരിപ്പിൽ നല്ല അഴുക്കുണ്ടാവുമല്ലോ. അഴുക്കല്ല, ഒരു സ്റ്റാർച്ച് മാതിരി എൻ്റെ ഒരു ഇതുണ്ട്, ഒരു പൊടിക്ക് മാതിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പോകാൻ വേണ്ടി നല്ലോണം കൈ വെച്ച് തന്നെ റബ്ബ് ചെയ്ത് കഴുകുക. നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഒന്നെങ്കിൽ ഉരുളി തന്നെ കുക്കാക്കി എടുക്കാം. അതിനും ഭേദം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല വെന്തുടഞ്ഞ് കിട്ടും. അതിന് വേണ്ടി ഒരു കുക്കർ വെക്കുന്നുണ്ട്. വാഷ് ചെയ്ത പരിപ്പിന് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അതിൻ്റെ തൊട്ട് മുകളിലല്ല, കുറച്ചുകൂടി ഒഴിച്ചു. നമുക്കിനി കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ, കുറഞ്ഞതൊരു 3 വിസിലെങ്കിലും വേണം കേട്ടോ. വെയിറ്റ് ഇട്ടു. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാം എത്ര വിസിൽ വന്നു. ഈ ടൈമിൽ നമുക്ക് തേങ്ങ ചിരകണം, ശർക്കര ഉരുക്കണം, ഏലക്ക പൊടിക്കണം. 1 2, ഇനി സിമ്മാക്കി വെക്കാം. എന്നിട്ട് മൂന്നാമത്തെ പതിയെ വരട്ടെ. ആ ടൈമിൽ നമുക്ക് ശർക്കരേനെ ഉരുക്കിയെടുക്കുന്നുണ്ട്. 3 ശർക്കര ആ ബോളിൽ ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് അവിടെ നിന്ന് മെൽറ്റാവുന്ന ടൈമിൽ പോയി നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. പിന്നെ തേങ്ങയുടെ കുറച്ച് കുത്തില്ലേ, തേങ്ങ കുത്ത്, അത് നമുക്ക് താളിക്കുമ്പോൾ ഇടാൻ വേണം. അപ്പോൾ അത് നമുക്ക് ഈ ടൈമിൽ അറേഞ്ച് ചെയ്യണം. ശർക്കര എടുക്കുമ്പോൾ ഡാർക്ക് ശർക്കര എടുക്കാൻ നോക്കാം കേട്ടോ, എന്നാലാണ് പായസത്തിന് ആ ഒരു കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആയിട്ടിരിക്കും. കറുത്ത ശർക്കര എടുക്കാൻ മാക്സിമം നോക്കുക. നമ്മൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഞാൻ ഒന്ന് ടെൻഷനായിട്ടാണല്ലോ വെള്ളമൊക്കെ വറ്റിയോ എന്ന്. പക്ഷേ ഇല്ല, കുറച്ച് വെള്ളമുണ്ട്. 3 വിസിൽ കൂടുതൽ വന്നാൽ അടി പിടിച്ചേനെ. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതൊരു മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ അത് ഉടഞ്ഞോളും. നല്ലോണം ഇളക്കുക, എന്നാലാണ് ആ ഒരു കുഴഞ്ഞ പരിവാവുക. വെന്തുടയണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക. ചിലവർ നെയ്യിൽ വറുത്തിട്ടാണ് കേട്ടോ ഇതാക്കുക, കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ വാഷ് ചെയ്യില്ല. ഇനി നമുക്ക് ശർക്കരേനെ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കരുത്. അരിക്കണം കേട്ടോ, കാരണം ശർക്കരയിൽ എപ്പോഴും ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കിത് അരിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു പീസ് കിട്ടി, ചെറിയൊരു മരത്തിൻ്റെ ഒരു പീസ് കിട്ടി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ശർക്കര ഒഴിച്ചു, നല്ലോണം മിക്സ് ആക്കുക. ഈ ടൈമിൽ നമുക്ക് തേങ്ങയുടെ കൊത്തെടുക്കാം കേട്ടോ. കൊത്തെടുത്ത് മാറ്റിയിട്ട് തേങ്ങ ചിരകാം. പിന്നെ നമ്മൾ തേങ്ങ അറിയാമല്ലോ, അങ്ങനെ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങേനെ ഒന്ന് പാലെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് പാല് കിട്ടിയ എത്തി തന്നെയല്ലേ കിട്ടുള്ളൂ.
ഏകദേശം ഈ ഒരു പാത്രത്തിൽ ഒരു കപ്പ് പാൽ, ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഇതിൽ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുന്നില്ല. നല്ലോണം ഇളക്കുക. ആ ശർക്കരയും ഇതെല്ലാം കൂടി നല്ലോണം ബ്ലെൻഡായി കിട്ടണം. ഇനി കുറച്ച് ചൗവരി കുക്ക് ചെയ്ത് വെക്കണ്ട കേട്ടോ. നല്ലോണം ഇത്തിരി നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കുക്ക് ചെയ്ത് പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് ഏലക്കനെ പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഏലക്ക പൊടിയില്ലല്ലോ. കുറച്ച് അധികം ഏലക്ക എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം എല്ലാം ചെറുതാണ്. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക ഇട്ട് കഴിഞ്ഞ് നല്ലോണം തിളക്കട്ടെ. ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. ഏകദേശം 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങക്കൊത്തില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം ഒരു 2 സ്പൂണോളം ഉണ്ട്. അതിട്ടു. എനിക്കിങ്ങനെ കടിക്കാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അതായത് കപ്പലണ്ടി, പിന്നെ നിലക്കടലയില്ലേ അത്, തേങ്ങ, പിന്നെ കാഷ്നട്ട്, മുന്തിരി, നല്ലോണം മിക്സ് ആക്കുക. നെയ്യ് കുറവുണ്ടെന്ന് തോന്നി, ഇപ്പോൾ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യണം. ഇപ്പോൾ മുന്തിരിയൊക്കെ ബലൂൺ മാതിരി ഇതായി വന്നിട്ടുണ്ട്, വീർത്ത് വന്നിട്ടുണ്ട്. കപ്പലിലേക്കൊന്ന് ഇതാവട്ടെ. കാഷ്യൂനട്ടൊക്കെ പൊടിഞ്ഞതാണ് കേട്ടോ, ബ്രോക്കൺ കാഷ്യൂസാണ്. അതൊക്കെ ആക്കിയിട്ടു. പിന്നെ നമ്മുടെ ഇതില്ലേ ചൗരി, അതിൻ്റെ ആ വെള്ളം ഒഴിക്കുക കേട്ടോ, അപ്പോൾ ഇത്തിരി കുറുകുറുപ്പ് കിട്ടും. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലോണം ഇനിയൊന്ന് തിളക്കട്ടെ. ഇനി വെള്ളം മാതിരി ആയി തോന്നിയാൽ കുറച്ച് പശുവും പാലിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറുകുറുപ്പ് കിട്ടും. ഇപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം മാതിരി ആയി തോന്നി കേട്ടോ, കാരണം ആ ചൗരിയുടെ ഇതൊക്കെ ഒഴിച്ചില്ലേ. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറുകുറുപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാലും ഇതാവും കേട്ടോ, തിക്കാകും. അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കണം ഓർത്തോട്ടോ, ഞാൻ ഇളക്കിയത് പോരാ, കണ്ടോ അതിൽ കുറച്ച് അരിപ്പൊടിയുടെ ചെറിയ ചെറിയ ബോൾസൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. അതൊന്ന് കുക്കായി വരട്ടെ. തിളച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയാണ് ടേസ്റ്റിംഗ് ടൈം. എൻ്റെ മോനാണല്ലോ ടേസ്റ്റ് ചെയ്യുക, അവന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്ക് വയ്യ കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കണത്. ആൾക്ക് പറ്റി. അപ്പോൾ ഇഷ്ടമായില്ല, ലൈക്ക് ചെയ്യുക. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി. അപ്പോൾ ഓക്കെ, ബൈ.